Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്റ്റിന്റെ സിലബസിലെ കെമിസ്ട്രി ഓഫ് വാട്ടർ എന്ന മൊഡ്യൂളിലെ വാട്ടർ അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. വാട്ടർ അനാലിസിസ്. നമ്മളൊരു വാട്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് അനലൈസ് ചെയ്യുക? നമ്മൾ pH ചെക്ക് ചെയ്യും, അതുപോലെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, ഹാർഡ്നെസ് ഓഫ് വാട്ടർ, salinity of water, turbidity of water, chlorinity, dissolved oxygen. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് വാട്ടർ അനാലിസിസുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, pure water is known to be which of the following? Option A, weak electrolyte. Option B, strong electrolyte. Option C, neither weak nor strong. Option D, not an electrolyte. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, weak electrolyte. Pure water is a weak electrolyte. It dissociates to form hydrogen ions and hydroxyl groups. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളും അതിന്റെ pHഉം എത്രയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, സീ വാട്ടർ. pH 7.8. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കി വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സീ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7.8 ആണ്. ദെൻ ഹ്യൂമൻ ബ്ലഡ് 7.4, മിൽക്ക് 6.8, ഹ്യൂമൻ സലൈവ 6.4, ബ്ലാക്ക് കോഫി 5, lemon juice 2.2, gastric juice 1.2. Next question, electrical conductivity of water and total dissolved solids are interrelated. The value of electrical conductivity will, option A, decrease with the increase in TDS. Option B, increase with the increase in TDS. Option C, increases initially and then increase with the increases in TDS. Option D, increase initially and then decrease with the increase in TDS. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, increase with the increase in total dissolved solids. Okay, so electrical conductivity of water and total dissolved solids are interrelated. So electrical conductivity increase ചെയ്യുന്നത് എപ്പോഴാണ്? increase in total dissolved solids കൂടുന്ന സമയത്ത്. ഓക്കെ, അതോടൊപ്പം ഓർത്ത് വെക്കാം, ഡിസ്റ്റിൽഡ് വാട്ടറിന് ലോ കണ്ടക്ടിവിറ്റി ആണ് ഉള്ളത്, സീ വാട്ടറിനാണെങ്കിൽ ഹൈ കണ്ടക്ടിവിറ്റി ആണ്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ ആണ്, അതിനകത്ത് മറ്റ് കണ്ടാമിനൻസോ അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോളിഡ്സിന്റെ ലെവലൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി ലോ ആണ്. എന്നാൽ സീ വാട്ടറിന്റെ കേസിൽ സീ വാട്ടറിനകത്ത് നല്ല കൂടുതൽ എമൗണ്ട് സാൾട്ട്സ് ഉണ്ടാവും, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി കൂടുതലാണ് ഇതാണ്. ഓക്കെ, third question, which among the following factors influence the salinity of ocean water? Option A, evaporation. Option B, precipitation. Option C, both A and B. Option D, none of these. Your right answer, option C ആണ്, both A and B. So, evaporation and precipitation influence the salinity of ocean water. Then salinometer. Salinometer യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഷ്യൻ വാട്ടറിന്റെ salinity മെഷർ ചെയ്യാൻ പറ്റും. Salinity can be measured using salinometer. Salinity എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റുകളാണ് ppm, parts per million, or PSU. PSU, partial salinity units. Then saline water has high density. സലൈൻ വാട്ടറിന് ഹൈ ഡെൻസിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, ലോവർ ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും, ആൻഡ് ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ ഓർത്തു വയ്ക്കാം. Evaporation and precipitation influence the salinity of ocean water, and salinometer യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഷ്യൻ വാട്ടറിന്റെ salinity മെഷർ ചെയ്യാൻ പറ്റും. salinity എക്സ്പ്രസ് ചെയ്യുന്നത്
ppm or PSU. PSU ഓർത്ത് വെക്കുക. PSU partial salinity units ആണ്. Then saline water has high density ആണ്. Then high electrical conductivity ഉണ്ട്. Then saline water has lower freezing point and low specific heat capacity. Next question. Which of the following is preferred for turbidity measurement of water when turbidity of the sample is less than 1? Option A, turbidity rod. Option B, turbidity tube. Option C, Jackson's turbidimeter. And option D, Bailey's turbidimeter. Your right answer is option D, Bailey's turbidimeter. Then എന്താണ് turbidity എന്ന് പറയുന്നത്? Turbidity is the measure of relative clarity of a liquid. ഒരു ലിക്വിഡ് എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു അവസ്ഥയെ പറയുന്നതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടർബിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിന്റെ തെളിമ ഒട്ടും ഉണ്ടാവില്ല. അതൊരു കലങ്ങിയ ഒരവസ്ഥയിലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചളിവെള്ളം, കലങ്ങി നിൽക്കുന്ന ഒരു ചളിവെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ഇതൊക്കെ ടർബിഡിറ്റി കൂടുതലുള്ള വാട്ടറിന് എക്സാമ്പിൾ ആണ്. Turbidity is a measurement of amount of light that is scattered by material in the water. So turbidity കൂടിയിട്ടുള്ള വെള്ളം അതിലേക്ക് നമ്മളൊരു ലൈറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. Then turbidity കോസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? Clay, very tiny organic and inorganic matter, algae and microscopic organism. ഇതെല്ലാം തന്നെ ടർബിഡിറ്റിക്ക് കാരണമാകുന്ന വസ്തുക്കളാണ്. Fifth question. Chlorides are estimated by titration with a standard silver nitrate solution by using dash as an indicator. Option A, potassium manganate. Option B, potassium chloride. Option C, potassium chromate. Option D, potassium dichromate. Your right answer is option C ആണ് potassium chromate. Then chlorides-ന്റെ estimation by titration നടത്തുന്ന സമയത്ത് 2 to 3 drops of potassium chromate are added to appropriate amount of water sample and then it is titrated with a standard solution of silver nitrate. ഇനി നമുക്ക് ക്ലോറിനിറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Chlorinity and salinity are both measures of the saltiness of seawater. Seawaterന്റെ saltiness മെഷർ ചെയ്യാനാണ് ക്ലോറിനിറ്റിയും അതുപോലെ തന്നെ സലൈനിറ്റിയും ഒക്കെ യൂസ് ചെയ്യുന്നത്. Then salinity is equal to 1.80655 times in chlorinity. ഇത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. Salinity is equal to 1.80655 times of chlorinity. Then chlorinity measured by titration method, ion selective method, colorimetric method, conductivity method and chemical analysis. Chemical analysis normally use ചെയ്യാറ് ion chromatography and spectrophotometry എല്ലാമാണ്. The next question. How does solubility of oxygen in water change with respect to temperature? Option A, it increases with the increase in temperature. Option B, it increases with the increase in temperature. And option C, it decreases with the decrease in temperature. Option D, it does not depend on temperature. Your right answer എന്ന് പറയുന്നത് option A ആണ്. It decreases with the increase in temperature. So, solubility of oxygen decreases with the increase in temperature. Seventh question. Oxygen content can be controlled by adding which of the following materials with water? Option A, acidic solution. Option B, basic solution. Option C, iodine. And option D, hydrazine. Your right answer option D ആണ് hydrazine. Oxygen content can be controlled by adding hydrazine with the water. It is important to maintain dissolved oxygen content in boilers to reduce corrosion.
Eighth question. Which of the following is not used in dissolved oxygen measurement? Option A. Polarographic electrode. Option B. Tubing method. Option C. Tachometers. Option D. Galvanic electrode. Your right answer is option C ആണ് tachometers. Tachometers is not used in dissolved oxygen measurement. ബാക്കി എല്ലാം തന്നെ dissolved oxygen മെഷർമെന്റിനെ യൂസ് ചെയ്യുന്നതാണ്. Polarographic electrode, tubing method and galvanic electrode. The tachometer is used in the measurement of pressure and the tubing method, polarographic electrode, galvanic electrode, etc. are used in the measurement of dissolved oxygen concentration. Then dissolved oxygen എന്ന് പറഞ്ഞാൽ എന്താണ്? Is the amount of oxygen that is present in water. Dissolved oxygen is the amount of oxygen that is present in water. Dissolved oxygen levels can be measured by a basic chemical analysis method, that is titration method, and an electrochemical analysis method, that is diaphragm electrode method, and a photochemical analysis method, that is fluorescence method. Here, the diaphragm electrode method is the most widely used method. Dissolved oxygen level measure ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് dissolved oxygen meter or dissolved oxygen analyzer. The dissolved oxygen meter or dissolved oxygen analyzer is a simple measuring instrument that allows measurement of oxygen content, oxygen saturation, and sample temperature. The oxygen meter directly reports measured values in real time via the display. The dissolved oxygen meter is a true all-rounder for checking the water quality. Next question. Which of the following method uses fluorescence for oxygen measurement? Option A. Tubing method. Option B. Fluorometric method. Option C. Polarographic method. And option D. Galvanic method. Here, right answer option B ആണ് fluorometric method. The fluorometric method uses fluorescence phenomena for the measurement of dissolved oxygen. ഇനി നമുക്ക് കുറച്ച് ഡിസോൾവഡ് ഓക്സിജൻ അനലൈസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കാം. In dissolved oxygen analyzer, normally more than one condenser is used. Option A true and option B false. Your right answer option A true. So in dissolved oxygen analyzer, normally more than one condenser is used. Then next question, the dissolved oxygen analyzer is based on which of the following meters? Amperemeter, option B catharometer, option C pH meter, and option D voltmeter. Your right answer catharometer. The next question, in dissolved oxygen analyzer, the electrometer consists of which of the following solution? Option A calcium hydroxide solution, option B magnesium hydroxide solution, option C potassium hydroxide solution, and option D calcium oxide solution. Your right answer potassium hydroxide solution. In dissolved oxygen analyzer, the electrometer consists of potassium hydroxide solution. Next question. Which of the following transducers must be used for dissolved oxygen analyzer? Option A potentiometric, option B polarographic, option C ion selective electrode, option D optical transducer. Your right answer option B ആണ് polarographic transducers. Polarographic transducers must be used for dissolved oxygen analyzer. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും കമന്റും ആണ് അടുത്ത വീഡിയോ എത്ര പെട്ടെന്ന് ചെയ്യാനുള്ള എൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.